വിളിച്ചിരുന്നോ? വേറെ തിരിച്ചു വെക്കേണ്ട. ും അവരെ നിങ്ങൾ കട്ടപ്പ എന്ന് വിളിക്കുന്നത്. ഞങ്ങൾ അകത്തുള്ള കണ്ടസ്റ്റൻസിനും പുറത്തുള്ള കണ്ടസ്റ്റൻസിനും അറിയത്തില്ല എന്തുകൊണ്ടാണ് ശൈത്യ സന്തോഷിനെ ഇന്നും കട്ടപ്പ എന്ന് വിളിക്കുന്നത്. തനിക്ക് അവിടെ ഒരു നല്ലൊരു PR ടീം ഉണ്ടായിരുന്നു എന്നുള്ള സത്യം പുറത്ത് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഓൺലൈൻ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഒട്ടും വൈകിപ്പിക്കാതെ റിയാക്ഷൻ വീഡിയോയിലോട്ട് പോവാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഹൈപ്പ് ചെയ്യുക. അപ്പം നമ്മൾ ബിഗ് ബോസിൽ നിന്ന് അനുമോള് പുറത്തായതിനു ശേഷം കപ്പടിച്ച് വെളിയിൽ വന്നതിന് ശേഷം നമ്മൾ കണ്ടൊരു വീഡിയോ ആണ്. ഒരുത്തൻ ഏതോ ഒരു മരമാക്രി അനുമോക്ക് ദുബായിലെങ്ങാണ്ട് ഒരു 4 ബെഡ്റൂം വീടും ഫ്ലാറ്റും മണിമാളികയും എന്തൊക്കെയോ സ്വിമ്മിംഗ് പൂളും പിന്നെ വേറെന്തോ ഗോൾഡൻ പീസയൊക്കെ കൊടുക്കുന്നു പറഞ്ഞൊരുത്തൻ വീഡിയോ ചെയ്തുകൊണ്ട് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ, ഒരുത്തൻ്റെ വീഡിയോ, ഒരു മരവാഴയുടെ വീഡിയോ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ അനീഷിൻ്റെ ഒരു വീഡിയോ. അപ്പം ഈ 2 വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ അനീഷ് അതിന് പ്രതികരിച്ചപ്പോഴാണ് ഇതിൻ്റെ സംഭവം സത്യാവസ്ഥ നമ്മൾ കണ്ടത് തന്നെ. അപ്പോൾ എന്തായാലും അനുമോളെ ആ ഒരു വീഡിയോ കൂടെ കണ്ടുപോകാം. അനുമോക്ക് ഒരു ഫ്ലാറ്റ് കൊടുത്തതും ഈ പറഞ്ഞിട്ടുള്ളതുപോലെ ഗോൾഡൻ പീസ് കൊടുത്തതുമായിട്ട് ഒരു നാറി വന്നിരുന്ന് ഇൻസ്റ്റയിൽ വന്നിരുന്നിട്ട് ന്യായം വിട്ടൊരു വീഡിയോ നമുക്ക് കണ്ടുപോകാം. ഇപ്പോൾ സീസൺ 7 വിന്നറായ അനുമോൾക്ക് ദുബായിൽ 10 വർഷത്തെ ഗോൾഡൻ വിസ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. അതിനെ കൂടെ തന്നെ 4 ബെഡ്റൂമിൽ ഒരു വീടും. അത് ഏതാണെന്നല്ല നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ പോയി കണ്ടോക്കി, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ദുബായിൽ ഏതെങ്കിലും ലൊക്കേഷനിലല്ല, ദുബായിലെ ഐലൻഡിലാണ് വരുന്നത്. അതും 30ഓളം റിസോർട്ട്സ് അമ്യൂണിറ്റീസോട് കൂടി. സോ അനുമോക്ക് മാത്രമല്ല നിങ്ങൾക്കും ഇതുപോലെ ഒരു വീട് വേണമെന്നുണ്ടെങ്കിൽ 2.75 മില്യൺ ദിറംസ് അഥവാ നാട്ടിലെ 6,60,00,000 രൂപ അഥവാ $7 ലക്ഷം. അത് നിങ്ങൾ ഫുൾ ആയിട്ട് പേയ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വെറും 20% ഡൗൺ പേയ്മെന്റ് മാസം ഓരോ ശതമാനം വെച്ച് നിങ്ങൾ പേയ്മെന്റ് ചെയ്താൽ മതി. സോ അനുമോളെ പോലെ തന്നെ നിങ്ങൾക്കും ഈ ഒരു വീടും ഫ്രീ ആയിട്ട് ഗോൾഡൻ വിസ വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ താഴെക്കാണ് നമ്മൾ കോൺടാക്ട് ചെയ്തോ, നമുക്ക് സംസാരിക്കാം. ഇവനിക്ക് സത്യം പറഞ്ഞാൽ ഇവനിക്കൊക്കെ ഉളുപ്പുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം വേറൊരാളെ പേരും വെച്ചിട്ട് ഇതുപോലെ ഉടായ്പ പരിപാടികൾ കാണിച്ചു കൂട്ടാനെ കൊണ്ട് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള കുറേ വാഴകൾ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ. ഇവൻ്റെയൊക്കെ സത്യം പറഞ്ഞാൽ അവൻ്റെയൊക്കെ ചെവിക്കല്ലടിച്ച് പൊട്ടിക്കണം, കണ്ണാടി മാറ്റിയിട്ട്. അതാണ് ചെയ്യേണ്ടത്. ഇവനെ എവിടെയെങ്കിലും കാണുമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കൈകാര്യം ചെയ്ത് വീഴണേ. കാരണം ഇതിൻ്റെ സത്യാവസ്ഥ അനീഷ് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ ഓൾറെഡി അതിനെപ്പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുമുണ്ട്. ഇനി ഇതിനെതിരെ അനുവും കൂടെ ഒന്ന് പ്രതികരിക്കണം. എന്നാൽ മാത്രമേ ഇവനിക്ക് ഇപ്പം ഈ കണ്ട ഇവനിക്ക് എന്തെങ്കിലും ഒരു സമ്മാനം, സ്നേഹസമ്മാനം അനുവിൻ്റെ ഫാൻസുകാരെ കയ്യിൽ നിന്നും കിട്ടത്തുള്ളൂ. അപ്പം ഇതുപോലെ ആൾക്കാരെ ഊറ്റി ജീവിക്കുന്ന കുറേ ടീമുകളുണ്ട്, കണ്ടില്ലേ? അവരെ പേരും വെച്ചിട്ട് സത്യം പറഞ്ഞാൽ ഇവനെയൊക്കെ പിടിച്ച് അകത്ത് കിടണം, അതാണ് വേണ്ടത്. അവരെ പേരും വെച്ചിട്ട് മറ്റുള്ളവരെ ഊറ്റാനെ കൊണ്ട് നിൽക്കുന്ന പരിപാടി ഉണ്ടല്ലോ. ഇതിപ്പോൾ നാളെ വേറെ ആരെങ്കിലും ഇത് കണ്ടിട്ട് ഇവന്മാരെ കീഴിലോട്ട് ചെന്ന് കയറിയിട്ടുണ്ടല്ലോ, അവർ കബളിക്കപ്പെടുന്ന സമയത്ത് ഇവരുടെ പേരിലും കൂടെ ആയിരിക്കും ഈ ഒരു സംഭവം വരുന്നത്. അനുവിൻ്റെ പേരിലും അല്ലെങ്കിൽ അനീഷിൻ്റെ പേരിലും. അനീഷ് ഓൾറെഡി പുള്ളി ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതാണ് അനീഷ് ഇറങ്ങി വന്ന ഉടനെ പിറ്റേന്ന് തന്നെ അനീഷ് ഈ ഒരു ഫേക്ക് ന്യൂസിനെതിരെയാണ് അനീഷ് പ്രതികരിച്ചത്. അനു ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പുള്ളിക്കാരിയും കണ്ടു കാണും. പുള്ളിക്കാരിക്ക് പിന്നെ സമയമില്ലല്ലോ, പുള്ളിക്കാരി വന്നിടന്നോട്ട് ഇനാഗുറേഷൻ എന്ന് പറഞ്ഞ് നടക്കുവാണല്ലോ. അപ്പോൾ എന്തായാലും ഇതിനെതിരെ പ്രതികരിച്ചു കഴിഞ്ഞാൽ കൊള്ളാം. അല്ലെങ്കിൽ വല്ലവനും ഇതിനകത്ത് പോയി തല വെച്ചിട്ട് ലാസ്റ്റ് അനുവിൻ്റെ പെടലേക്ക് വന്ന് വീഴാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പം കയ്യോടെ പ്രതികരിച്ച് വിട്ടോ, അല്ലെങ്കിൽ പണി പാളും. ഇനി അടുത്ത് നോക്കാം. എൻ്റെ ഉപ്പ എന്നോട് ഓവർ സംസാരിക്കാറില്ല. ഓക്കെ, ചെറുപ്പം തൊട്ടാണെങ്കിൽ പുള്ളി ഓവർ സംസാരിക്കില്ല. മക്കളോടൊന്നും അങ്ങനെ ഒരു കണക്ഷൻ ഒന്നും പുള്ളിക്കില്ല. ജസ്റ്റ് എന്തെങ്കിലും സാധനം വേണം, അല്ലെങ്കിൽ എനിക്ക് ഇന്നത് വേണം എന്ന് പറയുമ്പോൾ വാങ്ങിത്തരും. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും വേണം അങ്ങനെ പറയുമ്പോൾ വാങ്ങിത്തരും, പ്രൊവൈഡ് ചെയ്യും. അല്ലാണ്ട് പുള്ളിയായിട്ട് നമ്മളായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളോടൊന്ന് സംസാരിക്കുക, ഇന്ററാക്ട് ചെയ്യുക, അങ്ങനെ യാതൊരു സംഭവവും പുള്ളിക്കില്ല. പിന്നെ ഈ ഉമ്മ ആണ് മക്കളോടൊക്കെ അധികം സംസാരിക്കല്, പക്ഷെ അതും അത്ര ഓക്കെ അല്ലായിരുന്നു. അതിലേക്ക് എങ്ങനെയായിരുന്നു? ഫാദറായിട്ട് അറ്റാച്ച്ഡ് ഒക്കെ ആയിരുന്നു, പക്ഷെ അവര് സംഭവമൊക്കെ കാരണം പിന്നീട് അങ്ങനെയുള്ളൊരു മനുഷ്യനെയാണല്ലോ അത്ര അറ്റാച്ച്ഡ് ആയിട്ട് വെച്ചെന്നുള്ളൊരു ഇത് തോന്നിയിട്ടുണ്ട്. ഈ ഒരു ടൈമിലാണ് പപ്പ ഭയങ്കരമായിട്ട് റേസ് ആയതും കാര്യങ്ങളൊക്കെ. അതുവരെ നിങ്ങൾ ഭയങ്കര കമ്പനി പറഞ്ഞ ആള് പറഞ്ഞല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാവും, പക്ഷെ നമ്മള് ആ ഒരു ഇതില് നമ്മളിപ്പോ മക്കളായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് കാട്ടിയാലോ നമ്മുടെ ഉള്ളിൽ ഒരു വിഷമം ഉണ്ടാവുക ഒരു ടൈമിലൊക്കെ. പക്ഷെ നമ്മള് വേറെ ആരും ഇല്ല, നമ്മള് അവർ എപ്പോഴും കാണണേക്കല്ലേ. ഒരു വീട്ടിൽ നമ്മളങ്ങനെ എനിക്കങ്ങനെ മുഖം കടിച്ചു പിടിച്ച് ഒരു എൻവയോൺമെന്റിൽ നിൽക്കാൻ പറ്റാത്ത ഒരാളാണ്. ഇങ്ങോട്ട് വന്ന് മിണ്ടില്ല, ഞാൻ അങ്ങോട്ട് പോയി മിണ്ട, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അതും പോയി കിട്ടി. ഇവരോട് കുറച്ചെങ്കിലും എനിക്കൊരു സ്നേഹം ഉണ്ടായിരുന്നു, അതും പോയി കിട്ടി. സ്വന്തം തന്തയും തള്ളയും വരെ പബ്ലിക്കിൽ വന്നിട്ട് തള്ളിപ്പറയുന്ന ഈ ടീംസുകൾ ഇവരാണല്ലോ സ്വന്തം ഫാമിലി
വീട്ടിൽ ഫാമിലി വീക്കിൽ വന്നില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ കടന്ന് കരഞ്ഞ് മെഴുകി സങ്കടപ്പെട്ട് ജനങ്ങളെ മുമ്പിൽ ഷോപ്പ് കാണിച്ചുകൊണ്ടിരുന്നത് അല്ലേ ഇവർ തന്നെയാണല്ലോ. ഇത് കണ്ടില്ലേ, ഇവർ പബ്ലിക്കിൽ വന്നിട്ട് സ്വന്തം തന്തയും തള്ളയും ജനങ്ങളെ മുമ്പിലോട്ട് എടുത്തിട്ട് അലക്കാൻ കൊടുത്ത ടീമുകളാണ്. ഇവരൊക്കെ എങ്ങനെയാണ് ഈ ഗതി പിടിക്കുന്നത് അല്ലേ? അപ്പോൾ അടുത്ത് നോക്കാം. വിജയിക്കുന്നു വിചാരിച്ചായിരുന്നു? ഇങ്ങനെ ഇതുപോലെ ടോപ്പായിട്ട് വരുന്നു വിചാരിച്ചായിരുന്നു? എനിക്കറിയായിരുന്നു. ആണോ? ഫസ്റ്റ് വീക്ക് ആയപ്പോ എനിക്ക് മനസ്സിലായി അനുമോൾ തന്നെ ജയിക്കും. അതിൽ ഗെയിം അങ്ങനെ ആവേണ്ട ആവശ്യമില്ല. ആ ഒരു വീട്ടിൽ നിൽക്കും മനസ്സിലാവും. ഒരു PR-ഉം ഗെയിമും എല്ലാം ഒരുമിച്ച് വരുമ്പോ ജയിക്കും. അനുമോൾ നല്ലൊരു ഗെയിം മണ്ടന്മാര് PR ഉണ്ടായില്ല, കാണിച്ചു പോയി. എന്ത് ചെയ്യാൻ പറ്റും? അനുമോൾ നല്ലൊരു ഗെയിം തോന്നിയിട്ടുണ്ടോ? എങ്ങനെ നമുക്ക് ബിഗ് ബോസിൽ നിന്നൊരു PR കിട്ടാൻ പറ്റും ആ ഒരു മൈൻഡിലാ. ഞങ്ങള് ഫേമസ് അല്ല, ഞങ്ങൾ ബിഗ് ബോസിൽ പോയിട്ട് എങ്ങനെ ഫേമസ് ആവാൻ പറ്റും? PR ഇല്ലാത്തൊരു മോൻ, PR മോനെ, നിന്റെ PR നമ്മളെല്ലാം കണ്ടതാണ്. നീ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് നിനക്ക് ചെണ്ട കൊട്ടലും മാലയിടലും പൂമാലയിടലും എല്ലാം നമ്മൾ കണ്ടതാണ്. PR ഇല്ലാത്തൊരു കുട്ടനെ, എടാ 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 മണ്ടൻ ഗുണാപ്പി, എടാ ജനങ്ങളെ മണ്ടനാക്കാതെടാ നീ. നീ ലാലേട്ടൻ ചോദിച്ച സമയത്ത് നീ പച്ചവെള്ളം ചവച്ചരച്ച് കുടിക്കുന്ന അല്ല കഴുതേ. നീ ലാലേട്ടൻ ചോദിച്ച സമയത്ത് നീ പറഞ്ഞല്ലോ നിനക്ക് PR ഉണ്ടെന്ന്. നീ പിന്നെ എന്തിനാടാ മറ്റുള്ളവരെ PR-നെ പറ്റിയിട്ട് നീ സംസാരിക്കാൻ നിൽക്കുന്നത്? അവിടെ പോയിട്ടുള്ള ആൾക്കാരെല്ലാം PR കൊടുത്തിട്ടാണ് പോയിട്ടുള്ളത്. പിന്നെ PR കൊടുത്തെന്ന് പറഞ്ഞ് അവിടെ ചെന്നിട്ട് വെറുതെ കയറി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ കണ്ടന്റ് ഒന്നും വെളിയിലോട്ട് കിട്ടത്തില്ല. PR-ന് വല്ലതും ചെയ്യാനെ കൊണ്ട് വല്ലതും വേണമെങ്കിൽ അവിടെ അകത്ത് പോയിട്ടുള്ള PR കൊടുത്ത് പോയിട്ടുള്ള ടീംസുകൾ ഇനി ആരാണെങ്കിലും അവിടെ വല്ലതും കാണിച്ചു വെച്ചാലേ PR-ന് ഇട്ട് ഹൈപ്പ് കയറ്റാനും ബൂസ്റ്റ് ചെയ്യാനുള്ള കണ്ടന്റ് കിട്ടും. അപ്പം PR-ഉം പണിയെടുക്കണം, അകത്ത് PR കൊടുത്തിട്ട് പോയിട്ടുള്ള കണ്ടസ്റ്റൻസും പണിയെടുക്കണം. ജനങ്ങളെ മണ്ടനാക്കല്ലടാ മണ്ടൻ ഗുണാപ്പി. ഇനി അടുത്തത് അനുവിൻ്റെ അടുത്ത് ശൈത്യ വിളിക്കുന്നു എന്ന് ചോദിച്ചപ്പോഴത്തേക്ക്, ശൈത്യ വിളിച്ചാലെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അനു പറയുന്ന മറുപടി ഒന്ന് കേട്ടോക്കാം. ബിഗ് ബോസ് ആണോ? ആരും വിളിച്ചു. ഞാൻ അല്ലാത്ത എന്റെ ഫ്രണ്ട്സാ പറഞ്ഞത്. നിങ്ങൾ മീറ്റപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഞാൻ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. ഇതുവരെ എന്നെ ഇവിടെ സംസാരിച്ചിട്ടൂടെ ഇല്ല. അഭി വിളിക്കുന്നുണ്ട്, അഭിലാഷ്, പിന്നെ അനിലേട്ടൻ അഭിലാഷ്, പിന്നെ വേറെ ഈ പ്രവീൺ. വിളിച്ചിരുന്നോ? വേറെ എന്തെങ്കിലും ചോദിക്കേണ്ട. എന്തിനാണ് വിളിക്കുന്നത്? അവസാന നിമിഷം കൊണ്ടിട്ടില്ല ചട്ടിയും കലവും ഉടച്ചതുപോലെ പുള്ളിക്കാരി കയറി പോയിട്ട് അവിടെ ചെന്നിട്ട് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. അങ്ങനെയുള്ള എൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണ്, എൻ്റെ ചങ്കാണ്, എൻ്റെ കരളാണ്, എൻ്റെ മാങ്ങായാണ്, എൻ്റെ മാങ്ങാണ്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ശൈത്യ അവിടെ ചെന്നിട്ട് എന്താണ് ചെയ്തിട്ടുള്ളത്? അങ്ങനെയുള്ള ഒരാളെ എന്തിനാണ് ഞാൻ വിളിക്കുന്നത്? ഞാൻ കപ്പടിച്ചതിൽ ഒരു കയ്യടി പോലും എനിക്ക് പാസ്സാക്കി തരാൻ കഴിവില്ലാത്ത ഒരാളെ എന്തിനാണ് വിളിക്കുന്നതെന്നാണ് അനു ചോദിക്കുന്നത്. ശരിയാണ്, ഇനി എന്തോ ആയിക്കോട്ടെ, അവിടെ ഇനി ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഇനി എന്ത് നടന്നിട്ടുണ്ടെങ്കിലും അത് വിടുക. കാരണം ഗെയിം തീർന്നു കഴിഞ്ഞാൽ അത് വിടുക. അവിടെ ഇരുന്നിട്ട് ഈ പറഞ്ഞിട്ടുള്ള ജയിച്ചിട്ടുള്ള ആൾക്ക് ഈ പറഞ്ഞിട്ടുള്ള അയാളെ നോക്കിയിട്ട് അസൂയപ്പെട്ടിട്ടും അയാളെ ഓർത്ത് ഇങ്ങനെ കുശുമ്പും കാണിച്ചിട്ട് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. അയാൾ ജയിച്ചോ, അയാളെ ജയം അംഗീകരിച്ചു കൊടുക്കുക, അതാണ് വേണ്ടുന്നത്. അവിടെ ഇരുന്നിട്ട് ഒരു ക്ലാപ്പ് മതിയായിരുന്നു. ഇനി അത് സന്തോഷത്തിനാണെങ്കിലും ഈ ക്യാമറയിൽ കാണിക്കാനാണെങ്കിലും ഒരു കൈയടി കാണിച്ചാൽ മതിയായിരുന്നു, ഒന്ന് എണ്ണിച്ചാൽ മതിയായിരുന്നു. ഇതൊന്നും ചെയ്യാതിരുന്ന ഈ ശൈത്യ എന്ന കൂട്ടുകാരിയെ എന്തിനു വിളിക്കണമെന്നാണ് അനു ചോദിക്കുന്നത്. അതിൽ കാര്യമുണ്ട്, കാര്യമില്ലാതില്ല. പുള്ളിക്കാരി പറഞ്ഞതിലും കാര്യമുണ്ട്. അടുത്ത് നോക്കാം. സത്യം പറഞ്ഞാൽ എൻ്റെ അക്ബറെ, നീ ആ പെങ്കൊച്ചിനെ, ആ പെണ്ണിനെ നീ ഒന്നൊന്ന് മൈൻഡ് ചെയ്തായിരുന്നെങ്കിൽ വല്ല കുഴപ്പം വല്ലതും ഉണ്ടായിരുന്നോ? ഇത്രയും സെറ്റപ്പുകൾ, കൂളിംഗ് ഗ്ലാസ്, മാല, തോട്ടുമാല, പൂച്ചണ്ട്, മറ്റേ ബൗൺസർമാർ എന്ന് വേണ്ട ഇതെല്ലാം ആ പെങ്കൊച്ചി ഓടി നടന്ന് കഷ്ടപ്പെട്ട് നിനക്ക് വേണ്ടിയിട്ടല്ലോടാ ഇത് അറേഞ്ച് ചെയ്തത്. എന്നിട്ട് നീ ഒന്നും മൈൻഡ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ മോശമായി. അത് പുറവേ കട ചെന്നിട്ട് കെട്ടിപ്പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. എല്ലാം വെറുതെ ആയല്ലോടാ അക്ബറേ. എന്തായാലും കൊള്ളാം. അക്ബറിൻ്റെ ഭാര്യ ചമ്മി നാറിയെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ കുറേ അടുത്ത് ഞാൻ കണ്ടായിരുന്നു ഈ ഒരു ട്രോള്. ഒരു ഒട്ടക്കണ്ണ മാവിലെറിഞ്ഞുള്ള ഒരു കണ്ണാടിയൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. എന്തുവാടി ഇത്? ഒരാൾ ബിഗ് ബോസിലോട്ട് കയറി പോകാൻ വേണ്ടി കാത്തിരിക്കുമെന്ന് തോന്നുന്നു. കുടുംബക്കാർ അവരൊന്ന് വൈറലാവാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരിക്കുമെന്ന് തോന്നുന്നു അല്ലേ? ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ തോന്നുന്നു. ഇതേപോലെ ഒരു കോപ്രായങ്ങൾ എന്തുവാടി ഇതൊക്കെ?
അടുത്തത് വരട്ടെ. ഇത് സ്ലോ മോഷൻ ഒരു സാധനമൊക്കെ പിടിച്ച് സാഡ് BGM ഒക്കെ ഇട്ട് റീൽ എഡിറ്റ് ചെയ്യാൻ മസ്താനിക്ക് അവിടെ ഒരു നല്ലൊരു PR ടീം ഉണ്ടായിരുന്നു എന്നുള്ള സത്യം പുറത്ത് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഓൺലൈൻ മീഡിയാസിലെ ചേട്ടന്മാർ തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, രണ്ടുപേരും എൻ്റെ അടുത്ത് പറഞ്ഞു, ബിൻസി മസ്താനിക്ക് നല്ല PR ഉണ്ടായിരുന്നു, എന്തെങ്കിലും കൊടുത്തിട്ട് പോകാറുന്നില്ലേ? ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചല്ലോ അകത്തേക്ക് ചെന്നത്. അത് കാരണം എനിക്ക് അങ്ങനത്തെ ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്റെ പേജ് ഹാൻഡിൽ ചെയ്തത് എന്റെ അനിയത്തിയാണ്. ഇത് സത്യം പറഞ്ഞുണ്ടല്ലോ, ഒരു നിലപാടും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഈ പെണ്ണ്. ഇവള് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് മൊത്തം അനുവിനെ കുറ്റം പറയുമായിരുന്നു. ലാസ്റ്റ് റീ എൻട്രി വന്നതിന് ശേഷം മസ്താനി അകത്ത് കയറി പോസിറ്റീവായിട്ട് മസ്താനി ഇറങ്ങിയപ്പോൾ ഇനി മസ്താനിയുടെ മെക്കിട്ട് അങ്ങോട്ട് കയറി, മസ്താനിയുടെ തലയിലും അങ്ങോട്ട് കയറി. മസ്താനി അത് കൊടുത്തിട്ട് PR കൊടുത്തിട്ട് അല്ലെങ്കിൽ മറ്റേത് കൊടുത്തിട്ട് മറിച്ചത് കൊടുത്തിട്ട് എന്നങ്ങ് മെഴുകി അനുവിനെ വിട്ട് ഇനി ആര് പോസിറ്റീവ് ആവുമോ, ആരാണ് ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് അവരെ കൂടെ അവർക്കെതിരെയായിരിക്കും പിന്നെ ഈ പെണ്ണുമ്പോൾ നടന്നുകൊണ്ട് കൊലവിളി നടത്തുന്നത് അല്ലേ? വല്ല കാര്യമുണ്ടോ? അവിടെ റീ എൻട്രി നടത്തിയിട്ട് കയറി ചെന്നിട്ട് വല്ല അവിടെ മിണ്ടാതിരുന്നാൽ പോലും ജനങ്ങൾ അംഗീകരിച്ച് ജനങ്ങൾ സപ്പോർട്ട് ചെയ്ത് വെള്ളിലോട്ട് ഇറക്കി വിട്ടേനെ. ഇത് അവിടെ ചെന്നിട്ട് എന്തോ ഒരു കോപ്രായങ്ങളാണ് നിങ്ങൾ കാണിച്ചു കൂട്ടിയത്. നിങ്ങളെ വിഷയങ്ങളൊക്കെ ഈ പെണ്ണിൻ്റെയും മറ്റേ അപ്പാനിയുടെയൊക്കെ വിഷയങ്ങളൊക്കെ ജനങ്ങൾ മറന്ന കേസ് കിട്ടാണ്. അത് വീണ്ടും ഓർമ്മിപ്പിച്ചത് ഇവർ തന്നെയാണ് അല്ലേ? എന്നിട്ട് അതിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള ആൾക്കാരെ ഇറങ്ങി വെളിയൊന്നപ്പെടുത്തേക്ക് അവരെ മെക്കിട്ട് അങ്ങോട്ട് ഇറക്കാൻ തുടങ്ങി. എന്തുവാണ് ഈ പറയുന്നതിനെല്ലാം എത്ര PR ഉണ്ടെന്ന് ഇത് ജനങ്ങൾക്കറിയാം അല്ലേ? ഈ പറയുന്ന ബിന്നിയൊക്കെ എന്തുവാണ് പറയുന്നത്? ബിന്നിക്കൊക്കെ 8 ലക്ഷം രൂപ PR ഉണ്ടെന്നാണ് പറയുന്നത്. ആ ബിന്നിയാണ് ഇവിടെ വന്നിരുന്നിട്ട് അനൂണ് PR ഉണ്ടെന്നൊക്കെ പറയുന്നത്. എന്തായാലും കൊള്ളാം. ഇനി അടുത്ത് നോക്കാം. അടുത്ത സുശീലക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. സുശീല മേഡത്തിന് ഒരു നിലപാടും ഇല്ലെന്ന് ഇതോടുകൂടി എനിക്ക് മനസ്സിലായി. എന്തായാലും അതും കൂടെ നോക്കാം. ഓവർ കോൺഫിഡൻസും ഞാനെന്ന ഭാവവും കാണുമ്പോൾ നമുക്ക് പ്രതികരിക്കാതിരിക്കാനാവില്ല. പറഞ്ഞു വരുന്നത് നമ്മുടെ അഖിലിനെ കുറിച്ചാണ്. അല്ല, അഖിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അഖിൽ മാരാർ അദ്ദേഹം ആരാണെന്നാണ് അദ്ദേഹത്തിന്റെ വിചാരം. ആക്ച്വലി ഇത് ലൈവാണ്. സത്യം എനിക്ക് ചിരി വരാറുണ്ട്. നേരത്തെ ഞാൻ ബഹുമാനത്തോടെ കണ്ടിരുന്ന ഒരു മനുഷ്യനാണ് കേട്ടോ. എനിക്കിപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ചിരിയാണ് വരുന്നത്. ഇപ്പോൾ ശൈത്യ സന്തോഷിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ട്. അതായത് അവർ BB7 ഒരു കണ്ടസ്റ്റന്റ് ആണ്. അവര് കട്ടപ്പ എന്ന് പറഞ്ഞ ഒരു പേരിട്ട് അവരെ ആൾക്കാർ വിളിക്കുന്നു. എനിക്കിപ്പോഴും ജനങ്ങളോട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. പിന്നെ അഖിലിനെ അറിയാമെങ്കിൽ അഖിലും കൂടെ പറഞ്ഞു തരണേ. എന്തിനായിരിക്കും അവരെ നിങ്ങൾ കട്ടപ്പ എന്ന് വിളിക്കുന്നത്? ഞങ്ങൾ അകത്തുള്ള കണ്ടസ്റ്റൻസിനും പുറത്തുള്ള കണ്ടസ്റ്റൻസിനും അറിയത്തില്ല എന്തുകൊണ്ടാണ് ശൈത്യ സന്തോഷിനെ ഇന്നും കട്ടപ്പ എന്ന് വിളിക്കുന്നത്. അനുമോൾക്കെതിരെ പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. അനുമോൾക്കെതിരെ എന്താണ് പ്രവർത്തിച്ചത് ഇന്നും അനുമോൾ തുറന്നിട്ടില്ല. BB7 എന്ന ആ ഒരു സീസൺ അവസാനിച്ചു. ഈ പെണ്ണുമ്പിള്ള എന്താ ഇന്ന് പറയുന്നതല്ലായിരിക്കും നാളെ പറയുന്നതല്ലായിരിക്കും മറ്റന്നാ പറയുന്നതല്ലായിരിക്കും അതിന്റെ വെള്ളിയാഴ്ച പറയുന്നത്. അങ്ങനെയുള്ളൊരു സ്വഭാവം കാണിക്കുന്ന പെണ്ണുമ്പിള്ളയാണ് ഇവര് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് അഖിലൊരു വീഡിയോ ശൈത്യക്കെതിരെ ഇട്ടല്ലോ, അഖിൽമാരാർ. അപ്പം കണ്ണൊക്കെ തള്ളി വെച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ കണ്ടല്ലോ. അപ്പോൾ അതിന് മുമ്പ് ശൈത്യ ഇട്ടല്ലോ, ശൈത്യ മാക്രി അഖിൽ കരയുന്നത് മാക്രി അറിയുന്നതിനൊക്കെ തുല്യാന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോയും ശൈത്യ ഇട്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ടാണ് അഖിൽ റിപ്ലൈ കൊടുത്തത്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇടുന്നത്. ഇവർ പറയുന്ന അഖിലിന് ഇതിനകത്ത് എന്ത്, പ്രീവിയസ് കണ്ടസ്റ്റൻ്റ് ആയ അഖിലിന് ഇതിനകത്ത് എന്ത് കാര്യമെന്നാണ് ചോദിക്കുന്നത്. ഇവർ തമ്മിലുള്ള ഈ ഒരു സീസൺ 7 തമ്മിലുള്ള കണ്ടസ്റ്റൻസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. അതിൽ ന്യായം ഉണ്ടെന്നാണ് പറയുന്നത്. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കും. നിങ്ങൾ 10-20 പേര് മാത്രമല്ല അവിടെ ചെന്നിട്ട് ഈ ഒരു ഗെയിം കാണുന്നതും കളിക്കുന്നതും. ഇത് നിങ്ങൾ അവിടെ അകത്ത് നിൽക്കുന്നത് 24 മണിക്കൂറും വെളി ലക്ഷക്കണക്കിന് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാ ആൾക്കാർക്കും ഈ ഒരു ഷോയെ പറ്റിയിട്ട് അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശമുണ്ട്. അത് ആദ്യം മനസ്സിലാക്കും. അതാണ് ഇവിടെ അഖിലും ചെയ്തിട്ടുള്ളത്. അല്ല, അഖിൽ ഈ പറഞ്ഞിട്ടുള്ള പുള്ളി ഒരു പ്രീവിയസ് കണ്ടസ്റ്റൻസ് ആണെന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് അഭിപ്രായം പറയാതിരിക്കാൻ പറ്റത്തില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പുള്ളിക്ക് അഭിപ്രായം പറഞ്ഞുകൂടൊന്നുമില്ല. പുള്ളിക്ക് അഭിപ്രായം പറയാതെ, പുള്ളി ഒരു പ്രീവിയസ് കണ്ടസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് അഭിപ്രായം പറയാതിരിക്കാൻ പറ്റുമോ? പുള്ളിക്ക് അഭിപ്രായം പറയാമല്ലോ. പുള്ളിക്ക് അഭിപ്രായം പറയാം, പുള്ളിക്ക് ഇഷ്ടപ്പെട്ട ആളെ സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഈ പറയുന്ന പെണ്ണുമ്പിള്ള ഇതിനു മുമ്പ് അനുവിന് ഇത്രയും ആൾക്കാർ അവിടെ ഇട്ട് പീഡിപ്പിച്ച സമയത്ത് അതിനെതിരെ ഒന്ന് ഇവരതൊരു പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. അതിനെതിരെ ഒന്ന് പ്രതികരിക്കാൻ വന്നിട്ടുണ്ട്. ഇപ്പം ശൈത്യയുടെ വെക്കിട്ട് എല്ലാം കൂടെ കയറിയപ്പോഴത്തേക്ക്, ശൈത്യ എയറിലോട്ട് കയറ്റിയപ്പോഴത്തേക്ക് ശൈത്യക്കെതിരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് വന്നൊരു പെണ്ണുമ്പിള്ളയാണ് അല്ലേ? അപ്പോൾ ഇവരെ നിലപാട് എത്രത്തോളം ഉണ്ടെന്ന് നോക്കണം. ഇവരെ ഈ പറഞ്ഞിട്ടുള്ള ഇരട്ടത്താപ്പെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? ഇവിടെ ശൈത്യം പിന്നെ കാണിച്ചു കൂട്ടിയത് നിങ്ങൾ നമ്മുടെ അടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്ന 24 മണിക്കൂറും ജനങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെയാണ്. ശൈത്യ കാണിച്ചു കൂട്ടിയത് എടുത്തിട്ടാണ് ഇപ്പം വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. അത് വേറെ കാര്യം. അവിടെ ആരൊക്കെ എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ടോ അതെല്ലാം ജനങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ഓരോന്നായിട്ട് ഓരോ അരിമണി പറക്കുന്ന പോലെ എണ്ണി ഓരോ ജനങ്ങൾ അതിനെ പറ്റിയിട്ട് വിലയിരുത്തിയിട്ടുമുണ്ട്.
അപ്പം അതിനെ പറ്റിയിട്ടൊന്നും കൂടുതൽ സംസാരിക്കില്ല. ഞങ്ങളും ഷോയൊക്കെ കണ്ടയാണ് എൻ്റെ സുശീല മേഡം. അപ്പം എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.